വീട്ടിൽ പ്രാർത്ഥനയില്ല. ഞാൻ എന്താ സംഭവം എന്ന് പറയുന്നില്ല. അതായത് ഇനി ഒരു ജന്മം മുഴുവൻ കിടന്ന് അധ്വാനിച്ചാൽ പോലും എനിക്ക് തോന്നുന്നില്ല ആ ഉണ്ടായ തകർച്ച പരിഹരിക്കാൻ പറ്റുമെന്ന്. അതുപോലൊരു ആവർത്തിച്ചെന്ന് വിട്ടിരിക്കേണ്ടി കുടുംബം. കർത്താവ് പറയുന്ന കാര്യം, അതായത് ഒരു അബദ്ധത്തിൽ ചെന്ന് വീഴാൻ 1/2 സെക്കൻഡ് വേണോ ജീവിതം ഒന്ന് നേരെ തകിടം പറയാൻ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വന്നാൽ മതി ജീവിതം നേരെ കിഴക്കാൻ പാട് തിരിയാൻ. പോരെ? അപ്പൊ ദൈവത്തെ ആശ്രയിക്കണ്ടേ? പ്രാർത്ഥിക്കണ്ടേ? പരിശുദ്ധാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നമ്മള് ദൈവത്തെ വിളിച്ച് പരിശീലിക്കണം. ഹൃദയം നൊന്ത് ദൈവത്തെ വിളിക്കുമ്പോ അവിടെ കർത്താവ് ഇറങ്ങി വന്ന് ദൈവം നമ്മൾ കണ്ടിട്ടില്ലാത്ത വഴികൾ ദൈവം തുറന്നു. ദൈവത്തെ വിളിച്ചോണം, ദൈവത്തെ മറക്കരുത്. വൈകുന്നേരങ്ങളിൽ പല കുടുംബങ്ങളിലും ഇപ്പൊ പ്രാർത്ഥനയില്ല. നമ്മുടെ പല വീടുകളിലും പ്രാർത്ഥനയില്ല, കേട്ടുകേൾവി പോലും ഇല്ല. കാരണം എല്ലാവരും തിരക്കാണ്. ഒത്തിരി ലേറ്റായിട്ടാണ് എല്ലാവരും വരുന്നത്. എല്ലാവരും തിരക്കാണ്. എല്ലാവർക്കും അവരവരെന്തൊക്കെയോ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് വരുത്തി കിടന്നുറങ്ങും. അങ്ങനെ ചെയ്യരുത്. ഓരോ വീട്ടിലും എല്ലാ കുടുംബങ്ങളും പ്രാർത്ഥിക്കണം. വൈകുന്നേരം ആവുമ്പോ കുടുംബങ്ങളിൽ നിന്നെല്ലാം പ്രാർത്ഥന ഉയരണം. അങ്ങനെയുള്ള കുടുംബങ്ങൾ നശിച്ചു പോകത്തില്ല. കർത്താവ് ശക്തമായ കൃപ തന്ന് അനുഗ്രഹിക്കും.